കൊറിയൻ ലവ് ഗെയിം. ഗാസിയാബാദിൽ കൗമാരക്കാരികളായ 3 സഹോദരിമാർ ഫ്ളാറ്റിൻ്റെ 9ാം നിലയിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്ത ഞെട്ടിക്കുന്ന വാർത്തയ്ക്ക് പിന്നാലെയാണ് കൊറിയൻ ലവ് ഗെയിം എന്ന വാക്ക് പൊതുസമൂഹം ഇതുപോലെ ചർച്ച ചെയ്യുന്നത്. വെർച്വൽ ലോകത്ത് പ്രണയവും വൈകാരികതയും മാനസികോല്ലാസവും ടാസ്കുകളുമൊക്കെയായി അനേകായിരം കൗമാരക്കാർക്ക് എന്നേ പരിചിതമാണ് കൊറിയൻ ലവ് ഗെയിം. അവരിൽ പലരുടെയും ലോകവും ജീവിതവും ആണത്. നമ്മൾ ഈ ജീവിക്കുന്ന ലോകത്തിന് സമാന്തരമായി മറ്റ് നിരവധി ഓൺലൈൻ അധോലോകങ്ങളുണ്ട്. അതിവിചിത്രമാണ് അതിൽ പലതും. ആ ലോകത്തെ ചിന്തകളും പ്രവർത്തനവും ജീവിതവും ഒന്നും പൊതുസമൂഹത്തിൻ്റെ സാമാന്യ യുക്തിക്ക് ചേരില്ല. അത്തരം ലോകത്ത് ജീവിക്കുന്ന നിരവധി കുട്ടികൾ നമുക്കിടയിലുണ്ട്. നമ്മൾ തിരിച്ചറിയണമെന്നില്ല ഈ വിചിത്ര ലോകത്തെ അവരുടെ ജീവിതം. ഏതു സമയവും മുറിയിൽ കതകടച്ചിരുന്ന കുട്ടി ചുറ്റുപാടുകളിൽ നിന്നകന്ന മറ്റൊരു ലോകത്ത് വിചിത്രമായ ജീവിതം തുടങ്ങി കാലങ്ങൾ കഴിഞ്ഞാവും പലപ്പോഴും അച്ഛനമ്മമാർ പോലും ഇത് അറിയുക. മാനസികമായ വലിയ ദുരന്തത്തിൽ കുട്ടി വീണ് കഴിഞ്ഞിട്ടാവും പലപ്പോഴും നമ്മൾ ഇത് തിരിച്ചറിയുക. കൊറിയൻ സുഹൃത്ത് എന്ന പേരിൽ പരിചയപ്പെട്ടയാൾ വാഹനാപകടത്തിൽ മരിച്ചെന്ന് കേട്ട് അത് സഹിക്കാനാവാതെയാണ് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് 16-കാരി ആത്മഹത്യ ചെയ്തത്. ജീവനെടുക്കുന്ന ഈ ഓൺലൈൻ ഗെയിമുകളുടെയും സൈറ്റുകളുടെയും കെണികളിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ എങ്ങനെ രക്ഷിക്കാം?